ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ പരിപാടി മീൻ പിടിക്കാൻ പോലെയാണ്. നമ്മളിപ്പോ ഒരുപാട് അതിഥികളുണ്ട്. പോയി നോക്കണം നമ്മള് ബീച്ചിലെത്താനായി ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഇവിടെ നാട്ടിലത്തെ മാതിരിക്ക് എല്ലോട്ട് പോയി തലയിടാൻ പറ്റൂല, സീനാവും. കാരണം നമ്മളെ സൗദി അറേബ്യത്തെ ബീച്ച് വേണമെങ്കിൽ കണ്ടോളി, തൂവൽ ബീച്ച്. മീൻ ഉണ്ടോ ചോദിച്ചൊക്കെ അവിടെ بلاستيك لا سمك ثاني عبارة شوي عبارة وربيان ولا سردين ഇതിൽ എന്താണ് മീൻ ഏതാ എടുക്കുന്നത്? പൂച്ചനെ കോർത്തിട്ടാലോ ചൂണ്ടൽമേ. അതല്ലടാ ചെക്കന്മാരോടെ റബിനെടുക്കാൻ പോയിട്ട് പോയാലോ. എല്ലാവർക്കും പെടണ്ടിടാം. ഞാൻ ഇവിടെ നമ്മളാളെത്തി. ഓല ഞങ്ങളോട് തന്നെ പറഞ്ഞേ അങ്ങോട്ട് പോവാൻ. വെറൈറ്റികളുണ്ട്. നല്ല മീൻ കിട്ടിയില്ലേലും ഈച്ച നടക്കും. പിന്നെ ഞങ്ങളെ പ്ലാനൊക്കെ മാറ്റിക്കൊണ്ടോ നടക്കും. നമ്മൾ ഇന്നാളത്തെ പോക്ക് പോയത് അത് കഴിഞ്ഞു, അത് രസം പോയി. ആ വൈബില്ല. മീൻ പിടിച്ചണ രസം വേണം. മറ്റെന്താ രണ്ടൊരേ പോലത്തെ വീഡിയോ. മറ്റേത് സംഗതി രസമൊക്കെ തന്നെയാണ്, പക്ഷെ ആ മെമ്മറി കഴിഞ്ഞു. വെറൈറ്റികളുമാണ്. മീൻ പിടിച്ചുമ്പോഴൊക്കെ എന്താ വെച്ചാല് ആ രണ്ടും കിട്ടും. അല്ല രണ്ടും കിട്ടും എന്റെ അഭിപ്രായട്ടോ. അല്ല നല്ല തന്നെ. ഇപ്പൊ തന്നെ പറഞ്ഞ ആരെ വിളിച്ചാ പറഞ്ഞാന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് ഓനവിടെ അപ്പുറത്തേക്ക് എന്നാ പറഞ്ഞ നമ്മളോട്. കഴിക്കാനോ? ഞാൻ പറഞ്ഞു നമുക്ക് മജ്‌ലിസ് ജിമ്മ കഴിഞ്ഞപ്പോ ഇറങ്ങാൻ ഇവിടെ എറിഞ്ഞു നോക്കി കിട്ടും. മത്തേനി പോണില്ല പൊക്കമെന്ന്. മറ്റാണെങ്കിൽ തെറിച്ചല്ലോ. കൂന്തളാകുമ്പോ സെറ്റാ. കൂന്തളും മീൻ പിടിക്കണ GB 1 TB. അതൊന്നും ഫുള്ളാക്കടാ. 1 TB ആണ്. വീഡിയോടാ ഹലോ ഏതായാലും തമ്മിൽ പിടിച്ചോ. ഇതൊന്നും പ്രതീക്ഷിച്ചാണ് മീൻ പിടിച്ചാൽ നിൽക്കണത്. കൂന്തല് നല്ലതാണ്, പക്ഷെ ഒന്നും കൂടി ഇത് വേണ്ടേ? അതെ, പൊക്കൊന്നും കൂടി കൂന്തല് അവിടെ നാളെ പ്ലാനൊക്കെ അയക്കുന്നുണ്ട്. അവിടെ ചട്ടിക്കൊരുക്കി തിന്നാരാ എവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതല്ല ബോട്ടിന്റെ പറഞ്ഞത്. ബോട്ടിന്റെ തന്നെ പറഞ്ഞു ഞാൻ നാളെ അതല്ല ഞാൻ ചോദിച്ചേ എപ്പോ പോണെന്ന്. 2 മണിക്കോ? എന്നിട്ട് 2 മണിക്ക് പോയിട്ട് സുബിക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ നട്ടപ്പാതൊക്കെ നമ്മളത്തേക്ക് പോകണം.
എന്താണ് എന്റെ അഭിപ്രായം മീൻ പിടിക്കാൻ? കാണാൻ കണ്ടിട്ട് നമ്മൾ റിട്ടേൺ വരെ നമ്മൾ ബീച്ചിൽ തന്നെ വരുന്നത്. ഇവിടുന്ന് കണ്ടാ പോരെ മീൻ നമുക്ക് ബോട്ടിൽ നിന്ന് പിടിച്ചാൽ. വെട്ടലിഞ്ഞു റെഡി ആയില്ല. റെഡിയാവും. ശരിയാക്കി തരാം. രാജാസല്ലേ തരാം അവിടെ ഏറിനൊക്കെ വണ്ടി ഓടിക്കോയേ പോയോ? നമ്മള് കുറച്ച് നൈറ്റ് വൈബിലാണ്. മറ്റേ കുളത്തില് മറ്റേ ചീമക്കൊന്നമ്മ തലപ്പത്തിന് കെട്ടിട്ട് തൂക്കിട്ട് അതിന്റെ വേറെ നമ്മളൊക്കെ പണ്ട് കുളത്തില് കൊണ്ടുപോയി മറ്റേ തോർത്ത് കൊണ്ടുകൊണ്ട് മീൻ പിടിച്ചില്ലേ തോട്ടില്? തോട്ടില് ഒരു ഭാഗം കൗത്തില് കെട്ടിട്ട് മറ്റേ ഭാഗം കൊണ്ട് അവിടെ കല്ലിന്റെ അടി കൂടി ഒരു കോരൽ. ആരും ഇല്ലാത്തോണ്ട് ആരും പിടിച്ചില്ലേ. പാട്ടിട്ടല്ലോ കണക്ക് തിന്നാൻ തരാണെന്നില്ല. മറ്റേ അയക്ക് കൊടുക്കരുത് കേട്ടോ, പിന്നെ പോവില്ല. എന്തേലൊക്കെ നടക്കും. നമ്മളിപ്പോ നടന്നു ഒരു ഭാഗത്ത് ഇതെന്തെങ്കിലും നടക്കും തോന്നുന്നുണ്ട്. ആൾക്ക് എന്തൊക്കെ അറിയും തോന്നുന്നുണ്ട്. ചൂണ്ടില് കുറച്ചുകൂടി ഇത് ഒന്നുകൂടി വലുത് കണ്ടിരും. കുളത്തല്ല ഇത്, ഈ കുളത്തുമ്പോ ചെറുതല്ല കുടുങ്ങോളൂ. കുടുങ്ങിയ തന്നെ ആ ചങ്ങായിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ 2 മണിക്ക് പോണം. ഇന്നല്ല നാളെ. നാളല്ലേ മറ്റന്നാളോ? ഓട്ടോമാറ്റിക് അങ്ങനെ കറങ്ങണമെന്നില്ല. ആ ടൈപ്പ് അല്ല, സ്റ്റാൻഡ് മാത്രല്ലേ. റബിയ മറ്റന്നാളെ പോണേ ബോട്ടില്? മീനെ കിട്ടി കഴിച്ചു. മീന് ഇത് നമ്മളെ ഷോറിൽ പെട്ട സാധനം തന്നെയാണ്, ഐറ്റംസ് തന്നെയാണ്. ഏതതിന്റെ പേര് കറക്റ്റ് എനിക്ക് പറഞ്ഞാൽ കഴിയുന്നില്ല. സാധനം കിട്ടി കഴിച്ചു. നമ്മളെ പാത്രം ബോക്സ് മീന്റെ കവർ ഇതാടെ. ഞാൻ പോയി നമുക്ക് പോയിട്ട് കൊട്ടെടുത്ത് കൊടുക്കാലോ. മീൻ നോക്കി ഫ്രഷ് സാധനം കേട്ടോ. നീ പെടക്കണ അനുസരിച്ച് ഇത് പിടിച്ച് ഇളക്കേണ്ടി വരും. ഇല്ല അതൊന്നും ഇത് നമ്മുടെ ഇഷ്ടം കിടക്കും. ആ കവർ എടുക്കണം. കവറിലിട്ടാളാ ആകെ ചളിയായി. ഇങ്ങനെ ഒന്ന് കിട്ടുമ്പോ രംഗേറിയാണ് അല്ലേ, പോവാൻ തോന്നുന്നില്ല നമുക്ക്. എത്ര കിട്ടി? ഇപ്പൊ 4 കിട്ടി. ചിലപ്പോ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞു. കവർ ഓണാക്കിയ മീനെ നാട്ടെടുക്കും നമുക്ക്. ഗൈസ് നമുക്ക് ഇപ്പൊ കിട്ടിയ നമ്മള് ഇങ്ങ പോഞ്ഞു വരാം. ഓന് കിട്ടുമെന്നുള്ള തോന്നല കിട്ടൂലേ. ഇവന് മറ്റേ നമ്മളെ പുതിയ റാജില്ലേ, പുതിയ റാജിന്റെ അമ്മരത്ത് എന്തോ ഒരു പരിപാടി കിട്ടിയെങ്കില് നോമ്പിന്റെ ടൈമിൽ ഉള്ളങ്ങനെ വെക്കണ പരിപാടി പിന്നെ കുടിയും പോടാം. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്നാ വേറെ കിട്ടുമോ നമുക്ക്? അബിയെ വളരെ എന്തായാലും ഒന്ന് ഞാൻ 2 പിടിച്ചില്ല. അടുത്തത് നമ്മള് വീഡിയോയില് പോയി. അടുത്ത 2 ദിവസം കഴിഞ്ഞ് നമ്മൾ കടലിൽ പോകുമ്പോ ഞാനേ കാരണം മെയിൻ മുക്കുവാൻ നോക്കൂ. ഞാൻ എന്റെ സ്പെഷ്യൽ ചൂണ്ടക്കൊക്കെ എന്റെ സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനിപ്പോ നേരെ ജിമ്മിന്ന് വരും. കൂടുതൽ മെയിൻ ആയാലും അന്നെ കടലിലെടുത്ത് എല്ലാവരും വലിച്ചു കിട്ടതല്ലേ പറഞ്ഞത്. മറ്റേ ഹുക്ക് ചെയ്യുന്ന സാധനം ഉക്കുമ്പോ എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കണം, മീൻ ചെയ്ത് കൊടുക്കണം. നാജിരോ വലിയ അമൂറൊക്കെ കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ടോ വെച്ചിട്ട് ഓക്കെ
എന്താണ് അഭിപ്രായം? വലിയ ക്രെയിം വെച്ചിട്ട് മറ്റേ കൊക്ക ഉണ്ടല്ലോ, വലിയ കൊക്ക ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലായോ? കൊക്ക അയിമ വെച്ചിട്ട് വലിയ നല്ല ബയാളോ വലിയ മീന് ചൂടായിട്ട് കൊടുക്കുക. ഒറ്റ മെഷീൻ, ആ മെഷീനാണോ ചിലപ്പോ തിമിങ്ങാളം കിട്ടും. വലിയ മീൻ നമ്മൾ പക്ഷെ എറിയുമ്പോ ദൂരെ അറിയണം, കളി ദൂരെ അറിയണം. അതിലൊന്നും കാര്യമില്ല. നമ്മള് മെഷീനാണോ ഓട്ടോമാറ്റിക് ആണോ? ചിന്തിച്ചൂടെ? ചിന്തിക്കാം ഗൈസ്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിന്തിക്കാം. പിണറായിന്റെ ഒരു ഇതുണ്ടല്ലോ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിഹാരം ഉണ്ടാക്കാം. ചിന്തിക്കാം. ഗൈസ് എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ. 2 ദിവസം ജിമ്മിന് പോയി ആകെ, എന്നിട്ട് മാറ്റട്ടോ. എത്ര ദിവസം പോയിപ്പോ? 2 ദിവസം പോയി. 10 ദിവസം ലീവ് കൊടുക്കും. ആകെ നാട്ടിൽ പോയിട്ട് വ്ലോഗ് കൊടുക്കാനല്ലാണ്. കഴിച്ച ഉടൻ വ്ലോഗ് കൊടുക്കണം. നിക്ക കഴിഞ്ഞ ഉടൻ ഒരു ന്യൂ എൻട്രി ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മളെ ഈ വ്ലോഗ് സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ബെല്ലൈക്കണം അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഇവന്റെ കല്യാണം നിക്കാല്ലേ, അതിന്റെ പ്രാക്ടീസിലാണ്. പെണ്ണിനെ എങ്ങനെ കറക്കുന്നത് അത് കൊറേ കറക്കിയതാണ്. ഓനക്ക് ചെയ്യലുണ്ട്. ഇജ്ജ് എന്തിനാ നിക്കണതിന്? പരിപാടി വരുന്നതായിരിക്കും. നമ്മള് എന്താണ് പറയാ, നിങ്ങൾക്ക് തൂവലിന്റെ കുറിച്ചും തൂവലിന്റെ ബീച്ചും ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അല്ലേ? ഇവിടുത്തെ ഒരു പ്രത്യേകത, ബീച്ച് നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഇഷ്ടമായി. ഇവിടുത്തെ തൂവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, നമ്മളെന്താ പറയാ, ജിദ്ദയില് ഇപ്പൊ ജിദ്ദന്നൊക്കെ കുറെ ടീംസ്, ജിദ്ദ എന്നല്ല നമ്മളെ സൗദി കൺട്രീസിൽ നിന്ന് കൂടുതലും മീനും ചോറും കഴിക്കാൻ, ഫ്രഷ് മീൻ കഴിക്കാൻ വരുന്ന സ്ഥലമാണ് തൂവല്. ഇവിടുത്തെ ബീച്ചാണിത്. ഇവിടുത്തെ ബീച്ച് ഒന്ന് കണ്ടോളൂ. ഫുള്ള് നീറ്റേക്കരം ബീച്ചിൻ്റെ ഈ കര കേട്ടോ. നമുക്കിവിടെ രാത്രിയും ഉച്ചക്കൊക്കെ വന്നിരിക്കുക, ഫാമിലി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുക, റൂം, ബാത്റൂം, ഫുള്ള് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട്. ഇവിടെ കുറേ ടീം ഉണ്ടാകലുണ്ട്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു 2 മണി 3 മണി ആവാനായി, അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ പറയണ ബേപ്പൂര് ഇവിടെയൊക്കെ പറയണ മാതിരി ഇവിടെ ഏറ്റവും കൂടുതൽ കടപ്പുറ ഏരിയയാണ്. നമ്മുടെ തൂവലിൻ്റെ പ്രത്യേകത ആണ്, ഒരു കടപ്പുറ ഏരിയയാണ്. ഇവിടുത്തെ മീനിന് പ്രത്യേക എന്താ പറയുക വിലകളും പ്രത്യേക കാര്യങ്ങളും. ഇവിടുത്തെ പുറത്തുനിന്ന് കുറേ ടീംസ് വരുന്നുണ്ട്, റാബക്ക്, ജിദ്ദ, ഇവിടുന്ന് ഒക്കെ മീൻ ലേലം പിടിക്കും. ജിദ്ദയിലുള്ള കാര്യം വീഡിയോ കാണണമെങ്കിൽ മീനും ചോറും ആണെങ്കിൽ പോരുക, നമ്മൾ സെറ്റാക്കി തരും. അതേപോലെ ബോട്ട് യാത്ര ഒക്കെ ഉണ്ട്, ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ പോരി. ഇവിടുത്തെ മീനും ചോറും കഴിക്കുക, മീൻ പിടിച്ചിട്ട് നമ്മൾ ചോറും മീനൊക്കെ കഴിക്കണ സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ അതിലെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ. നാളെ ഞങ്ങളൊരു വീഡിയോ വരാണ്ട് ബോട്ട് യാത്രൻ്റെ. മീൻ പിടിച്ചാൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം വേറെ അപ്പം നമുക്കിനി പോയി കടന്നുറങ്ങും. ഇത്രേ ഉള്ളൂ. എന്തോ ഈ മീനെ കിട്ടിയാ ഒരു കൂന്തൽ കിട്ടി. എന്നാ പോവല്ലേ നമുക്ക്? മീനല്ല, അത് ഇങ്ങനെ കാട്ടണ്ടേ. അപ്പൊ വലിയ മീനായി കണ്ടോ, ഇത്ര വലിപ്പുണ്ട് കണ്ടോ, ഇത്രയും വലിപ്പുണ്ട്. കണ്ണിന്റെ കജ്ജിന്റെ വലിപ്പം. ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. മീൻ പിടിച്ചാൽ വന്ന് ഒരു 4-5 മീനെ കിട്ടി. പിന്നെ നമ്മളെ പിന്നെ ഒന്നുമില്ല, ഇവന് ഇത്ര കഴിവുണ്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലേ. എന്താ പറയാ, മമ്മൂട്ടി ഓന് ചൂണ്ടിടാൻ ഓൻ ചൂണ്ടിലിടാൻ വരികയെന്ന് പറഞ്ഞപ്പോലെ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല എന്ന് പറഞ്ഞാണ്ട് നേരം തട്ടി റൂമിൽ പോയി പിന്നെ എടുത്താണ്ടാ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പുതിയ വീണ്ടും കാണാം.